കോമഡി അടിപൊളി കോമഡി ഫീൽ ഗുഡ് ഒരു കുഞ്ഞൊരു സിനിമയായിരിക്കുന്നു. പക്ഷെ അങ്ങനല്ല. പടം വന്ന് ഏത് ഫാമിലി വന്ന് കണ്ടു കഴിഞ്ഞാലും അപ്പോഴൊന്ന് എണീറ്റ് കൈ അടിക്കും. കാരണം ഒരു സോഷ്യൽ മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമ, ബോറടിക്കത്തില്ല. നമുക്ക് കോമഡി ഉണ്ട്. അടിപൊളി പടമായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയിട്ട് എന്തിനു സംഭവിച്ചത് ഒരു പിടുത്തില്ല. എങ്ങനെ കെട്ടിയാന്ന് സെറ്റ് തരുമായിരുന്നു. ഒന്നും പറയാനായിരുന്നു. ശൈലിക്കൊക്കെ അടിപൊളിയായിരുന്നു. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമ, നല്ല സിനിമയായിരുന്നു. ഫുള്ള് ചിരിക്കാനും എല്ലാം കൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സൂപ്പറായിട്ട് കാണാം. ക്ലൈമാക്സ് ഒന്നും പ്രതീക്ഷിച്ചില്ല. ടക്കനെ പള്ളിയിലെ കെട്ടുവെച്ച് അങ്ങ് പൊളിച്ചവന്മാർ. നല്ല മൂവിയാണ്. അത്യാവശ്യം നല്ല രസം, അത്യാവശ്യമല്ല നല്ല രീതിയിൽ തന്നെ രസമുണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ ബോറടിക്കത്തില്ല. നമുക്ക് കോമഡി ഉണ്ട്. ക്ലൈമാക്സ് അല്ല, എക്സ്പെക്റ്റഡ് ആണ് സംഭവം. പക്ഷേ എന്താ രസമായിരുന്നു. അങ്ങനെ എക്സ്പെക്റ്റഡ് ആണെങ്കിലും നമുക്ക് ബോറായിട്ടൊന്നും തോന്നില്ല. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പൃഥ്വിരാജ് ഉണ്ടല്ലേ, പൃഥ്വിരാജിൻ്റെ വലിയ ആട് ജീവിതം നമ്മളെ ഹൈപ്പൊന്നുമില്ല. പക്ഷേ ഈ പടം വന്ന് ഏത് ഫാമിലി വന്ന് കണ്ടു കഴിഞ്ഞാലും അപ്പോഴൊന്ന് എണീറ്റ് കൈ അടിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ചിരിക്കാനും കരയാനും എല്ലാത്തിനുണ്ട്. റൊമാൻറ്റിക്കിലുണ്ട്. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞാണ്. പക്ഷേ ഈ പടം ബാബുരാജിൻ്റെ ആ ഒരു കോമഡിയും അച്ഛനും മോനുമാണ്. ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് പ്രാമിക്കാനാണെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്തിനേ കല്യാണം കഴിഞ്ഞു പോയില്ലേ, 2 പിള്ളേരായില്ലേ, ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? അടിപൊളി ഫിലിമാണ് ബ്രോ. ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി ഫിലിമാണ്. ഫ്രണ്ട്സായിട്ട് പുറപ്പെട്ടു. കോമഡി അടിപൊളി കോമഡിയാണ്. നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് എക്സ്പെക്ട് ചെയ്യാതെ വന്ന് കയറി കണ്ട സിനിമയാണ്. അടിപൊളിയാണ്. നല്ല പടം. ഞാൻ അത്ര എക്സ്പെക്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ കൊള്ളാം, നല്ല കോമഡിയൊക്കെ ഉണ്ട്. ഷെയ്ൻ നിഗമും സത്യം പറഞ്ഞ ബാബുരാജും മീൻസ് ഭയങ്കര കിടിലൻ കോമ്പോ. നല്ല പടമാണ്. നല്ല ചിരിക്കാനുണ്ട്. കോമ്പോ വർക്കായി, കോമഡി വർക്കായി, ഒരു സോഷ്യൽ മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. ക്ലൈമാക്സ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സിൽ പെടെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. പടം നൈസ് പടം. അതായത് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു ഒരു ഫീൽ ഗുഡ് ഒരു കുഞ്ഞൊരു സിനിമയായിരിക്കുന്നു. പക്ഷെ അങ്ങനല്ല. നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ളൊരു പടമാണ്. പടത്തിൽ കോമഡി കൊള്ളാം, സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങൾ കൊള്ളാം, പിന്നെ ഒരു എന്താ പറയുക പ്രണയം കാര്യങ്ങളെല്ലാം നൈസാണ്. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. നല്ല മൂവിയായിരുന്നു. അതെ നല്ല കൊള്ളായിരുന്നു. അതെ നല്ല മൂവിയായിരുന്നു. ആക്ച്വലി ലിറ്റിൽ ഹാർട്സ് കണ്ടോ? ലിറ്റിൽ ഹാർട്സ് നല്ല മൂവിയാണ്. നമ്മുടെ ഒരു ബിഗ് ബഡ്ജറ്റ് വലിയ ക്യാൻവാസിലുള്ള ലൈക്ക് ആവേശം പോലെയൊക്കെയുള്ള വലിയ ക്യാൻവാസിലുള്ള ഒരു മൂവിയല്ല, ഒരു ചെറിയ മൂവിയാണ്. ഇത്തരത്തിൽ ചെറിയ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ടും ടിക്കറ്റ് എടുക്കാവുന്ന ഒരു മൂവിയാണ്.